കേരളത്തിലെ ഏറ്റവും നല്ല രണ്ട് സംവാദകരും പ്രഭാഷകരും സംസാരിക്കുന്നവരും ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ രണ്ടു പേരാണ്. രണ്ടുപേരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ശ്രീ ശ്രീജിത്ത് പണിക്കരും ശ്രീ ഉസ്താദ് അൻസാരി സുഹ്രിജിയും. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. രണ്ടുപേരും കേരളത്തിന് നല്ല മാതൃകയുമാണ്. ഇവർ രണ്ടുപേരും തമ്മിലൊരു സംവാദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുകയാണ്. അത്തരം സംവാദങ്ങൾ നല്ലതാണ്. ഇവർ രണ്ടുപേരും പറയുന്നതിലെ ശരികളും കുറേ കൂടി ശരിയാവാനുള്ള കാര്യങ്ങളും ആണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. രണ്ടുപേരും അത്ര അടുത്ത സുഹൃത്തുക്കളാണ്. പണിക്കർജിയായിട്ട് ഞാൻ 2 ദിവസം മുമ്പ് ഓണപരിപാടിയുടെ ഭാഗമായിട്ട് ന്യൂസ് 18 നേരിട്ട് കണ്ടിരുന്നു. നമ്മുടെ ഉസ്താദ് അൻസാരി സുഹ്രിജിയെ ഞാൻ പെരിന്തൽമണ്ണ പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു പരിപാടിയിൽ കാണാനും പങ്കെടുക്കാനും ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ഭംഗിക്ക് പറയുന്നതല്ല, ശരിക്കും നല്ല സുഹൃത്തുക്കളാണ്. ഇവരുടെ വാദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. എന്നിട്ട് രണ്ടുപേരും കേരളത്തിന് ആവശ്യമുള്ള ആൾക്കാരാണ്. രണ്ടുപേരെയും വാദങ്ങളൊന്ന് വിലയിരുത്താം. കാരണം രണ്ടുപേരും വിലയിരുത്തലുകൾക്ക് അതീതമായിട്ടുള്ള രണ്ട് മികച്ച വ്യക്തിത്വങ്ങളാണ്. രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങളിൽ പലരും ഇവരെ ടി വിയിലെയും യൂട്യൂബിലും ഒക്കെ കണ്ടു കാണും. രണ്ടുപേരെയും വ്യക്തിപരമായി അറിയുന്നതുകൊണ്ടും രണ്ടുപേരെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ആദ്യം തന്നെ രണ്ടുപേരോടും ഒരു അഭ്യർത്ഥന ഉള്ളത്, ചില കടുത്ത വാക്കുകൾ ഞാൻ പ്രയോഗിച്ചാൽ ഞാനും നിങ്ങളാണെങ്കിലും അത് രണ്ടുപേരും അങ്ങനെ കടുത്ത വാക്കുകളിലേക്ക് പോകരുത്. എൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ പോലീസുകാർ വളരെ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ കാണാൻ വന്നിരുന്നു. വളരെ സീനിയറാണ്. അപ്പം അത് റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹം ആരാണെന്ന് പറയാം. എന്നോന്ന് പറഞ്ഞു, രാഹുൽ പറയുമ്പം കുറച്ചുകൂടി ഒരു മിതത്വം പാലിക്കണം, പ്രത്യേകിച്ച് ഈ സ്ത്രീ വിഷയങ്ങളിൽ. ഞാൻ സാർ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, തെറ്റൊന്നും പറഞ്ഞില്ല. അപ്പം പുള്ളി എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. രാഹുൽ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ രാഹുൽ 10 പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിൽക്കുന്നവൻ 50 പറയും. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ നമ്മളെ പിന്തുടരുന്ന ആൾക്കാർ അതിൻ്റെ ഇരട്ടി തീവ്രതയിലും മറ്റും പറയും. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ മിതത്വം പാലിക്കണം. ആശയങ്ങളിൽ ഗംഭീരമാകണം, പക്ഷേ പറയുന്ന കാര്യങ്ങളിൽ ഒരു മിതത്വം പാലിക്കണം. അപ്പോൾ രണ്ടുപേരും, ശ്രീജിത്ത് പണിക്കർജി ആണെങ്കിലും ഉസ്താദ് അൻസാരി സുഹ്രിജി ആണെങ്കിലും രണ്ടുപേരും പ്രത്യേകിച്ച് അതിനൊരു ഹിന്ദു മുസ്ലിം കൊണോട്ടേഷൻ കൂടിയുണ്ട്. ശ്രീജിത്ത് പണിക്കർജി നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു നാഷണലിസ്റ്റിക് സെൻറ്റർ പൊസിഷനിൽ നിന്ന് സംസാരിക്കുന്ന നേതാജിയുടെ ഫോളോവറാണ്. ഉസ്താദ് അൻസാരി സുഹ്രി വലിയൊരു ആത്മീയ നേതാവാണ്. ഒരുപാട് ചാരിറ്റി ചെയ്യുന്നതും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവർക്കും ചാരിറ്റി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ വൈകാരിക തലങ്ങൾ ഒന്ന് മോഡറേറ്റ് ചെയ്ത് നമുക്ക് പോകണമെന്നുള്ള രണ്ടുപേരുടെയും വാദങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ ഒരു പശ്ചാത്തലവും ഞാനും പണിക്കർജിയും കൂടി ന്യൂസ് 18 ഒരു ചർച്ചയുമാണ്. അത് ഗംഭീരമായിരുന്നു, നല്ല രസകരമായ ചർച്ചയായിരുന്നു. ഞാൻ കൂടുതൽ ഒരു ഗാന്ധിയൻ നിലപാടും ശ്രീജിത്ത് പണിക്കർജി കൂടുതൽ ഒരു നമ്മുടെ നേതാജിയുടെ നിലപാടുമാണ്. ഒരു കാര്യം കൂടെ ആലങ്കാരികമായി പറയാം അവരുടെ വാദങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്. ഒരുപക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ, അതായത് മഹാത്മാഗാന്ധിയുടെ നിലപാടിൽ നിന്നുകൊണ്ട് ഗാന്ധിജി പറയുന്നുണ്ട്, അന്നത്തെ കാലത്ത് നമ്മൾ ഹിന്ദുക്കളുടെ ഏറ്റവും നല്ല മുഖങ്ങളിലൊന്ന് ശ്യാമപ്രസാദ് മുഖർജിയാണ്. പിന്നീട് ജനസംഘം BJPയിലേക്കൊക്കെ വളർന്ന ശ്യാമപ്രസാദ് മുഖർജിയാണ്. നെഹ്റുജിയുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായിരുന്നു. മദൻ മോഹൻ മാളവ്യയ്ക്ക് ശേഷം നമ്മളെ ഹിന്ദുക്കളെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഫേസ് അത് നമ്മുടെ ശ്യാമപ്രസാദ് മുഖർജിയാണ്. ഒരുപക്ഷെ ആ സ്പേസിലൊക്കെയാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർജി നിൽക്കുന്നത്. ഒരുപക്ഷെ മൗലാന ആസാദ് പോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തിയ പരിശുദ്ധ ഖുറാൻ പണ്ഡിതനാണ് മൗലാന അബുൽ കലാം ആസാദ്. ആ ഒക്കെ സ്പേസിലാണ് ഉസ്താദ് അൻസാരി സുഹ്രി നിൽക്കുന്നത്. അപ്പോൾ വളരെ രണ്ടുപേരും അവർക്ക് കിട്ടുന്ന വലിയ ബഹുമാന്യതയും സ്വീകാര്യതയും കൂടി മനസ്സിൽ വെച്ച് ഏറ്റവും മോഡറേറ്റായിട്ട് തന്നെ പറയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവരുടെ വാദങ്ങൾ പരിശോധിക്കാം. ഒരു രാജ്യത്തിന് അതിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ ബിംബങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇപ്പൊ ഗ്രീക്ക് സംസ്കാരത്തിനെ നോക്കും, അവർക്ക് ഗ്രീക്ക് ദേവതമാരുണ്ട്. അവിടെ ഉള്ള ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരല്ല. ഞാനും ശ്രീത്തും കൂടെയുള്ള പരിപാടിയാണ്. റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. റോമിലേക്ക് പോകും, റോമൻ ദേവതകളുണ്ട് അല്ലെ, ഇറ്റലിയിൽ. അവരെ എങ്ങനെയാ കാണുന്നത്? അവിടെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും അവരെ സ്വാംശീകരിച്ച് അതിനെ അവരുടേതായിട്ട് കരുതുകയാണ്. ഇന്ത്യയിൽ വരുന്ന സമയത്ത് മാത്രം അത് പറ്റില്ല. അന്നേരം ഇവിടെ മതം വേണം, അന്നേരം ഇവിടെ ഞങ്ങൾക്ക് അത് പറ്റില്ല, ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ പണിക്കർജി പറയുന്നത് ലാൻഡിനൊരു കൾച്ചറുണ്ട്, അതായത് ഇന്ത്യക്ക് ഒരു പൈതൃകം സംസ്കാരമുണ്ട്. അതിനെ ഈ രാജ്യത്തുള്ള എല്ലാവരും ജാതി മത ഭേദമന്യേ സർവാത്മന അംഗീകരിച്ചെങ്കിൽ മാത്രമേ അവരെല്ലാം ദേശസ്നേഹികൾ, രാജ്യത്തോട് കൂറുള്ളവരാകൂ എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ആകത്തുക. ജിയോടൊറ്റ കാര്യം ചോദിക്കുകയാണ്, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം, അതിന്റെ സംസ്കാരം, അതിന്റെ വൈവിധ്യമൊക്കെ രൂപപ്പെട്ടത് ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ അടിത്തറയിൽ മാത്രമാണ്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ അടിത്തറയിൽ മാത്രമാണോ ഇത് രൂപപ്പെട്ടത്? ഏതെങ്കിലും ഒരു വിശ്വാസധാരയുടെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങനെയാണോ? ഇന്ത്യയുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തിന്റെ അടിത്തറയിൽ മാത്രമല്ല. ഇപ്പം ശ്രീജിത്ത് പണിക്കർ ഇന്ത്യയുടെ ചരിത്രം എഴുതാൻ പോവുകയാണ്, ഭൂതകാല ഇന്ത്യയുടെ ചരിത്രം. 12ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ലോകസഞ്ചാരിയായ അൽബിറുനിയുടെ താരീഖ് ഹിന്ദ് മാറ്റിവെച്ചിട്ട് ഇന്ത്യക്ക് ഒരു ചരിത്രം എഴുതാൻ ശ്രീജിത്ത് പണിക്കരെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇബ്നു ബത്തൂത്തയുടെ റിഹില എന്ന് പറയുന്ന ഗ്രന്ഥം മാറ്റിവെച്ചിട്ട് ഇന്ത്യയുടെ ഭൂതകാല ചരിത്രം എഴുതാൻ ശ്രീജിത്ത് പണിക്കറിന് പറ്റുമോ? ഇല്ല.
12ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന അലിബിറൂന് പറഞ്ഞത് അന്നത്തെ കാലത്ത് ഇന്ത്യയിലുള്ള ഭൂരിപക്ഷ മനുഷ്യരുടെ വിശ്വാസം എന്നുള്ളത് നിരാമയനും നിരാകാരനുമായ ഏക ബ്രഹ്മം, ഏകനായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നവരാ. അവര് ബിംബങ്ങളെ ആരാധിക്കാറില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന, രാജ്യത്ത് കാണുന്ന ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്ന തരത്തിലുള്ള അത്തരം ഒരു വിശ്വാസങ്കല്പങ്ങൾ ഇല്ലാത്തൊരു ഭൂതകാല ഇന്ത്യയിലെ മനുഷ്യരുടെ ചരിത്രം ഉണ്ടായിരുന്നു. നമുക്ക് ആ വാദത്തിലേക്ക് വരാം. അതിന് 12 നമ്മുടെ അമ്പല സംസ്കാരമൊക്കെ വളരെ സ്ട്രോങ് ആയി തന്നെ ആ കാലത്തുണ്ടായിരുന്നു എന്നുള്ളൊരു പശ്ചാത്തലമുണ്ട്. നമുക്കതിലേക്ക് വരാം. എന്നിട്ട് നമുക്ക് ശ്രീജിത്ത് പണിക്കർജിയുടെ മറുപടി കൂടെ കേൾക്കാം. ശ്രീജിത്ത് പണിക്കർജി രണ്ടുപേരുടെയും വാദങ്ങൾ നമ്മൾ പരിശോധിക്കുകയും രണ്ടുപേരുടെയും വാദങ്ങൾക്ക് ഏറ്റവും ഈക്വൽ സ്പേസും കൊടുത്ത് രണ്ടുപേരും പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു വസ്തുതയുമാണ്. എല്ലാവർക്കും നമസ്കാരം. രണ്ടുപേരുടെയും തംബ്നെയിൽ ഞാൻ കാണിക്കാത്തത്, രണ്ടുപേരുടെയും തംബ്നെയിൽ കുറച്ച് ഹാർഡാണ്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വേണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ അതുകൊണ്ടാണ് ചില വാക്കുകൾ കാണിക്കാത്തത്. എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 കേരളം ചാനലിൽ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ഹിന്ദുയിസവുമായി ചേർന്ന് നിൽക്കുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഞാൻ വിശദീകരിച്ചിരുന്നു. അതിന്റെ ചുരുക്കം ഇതാണ്: നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം എന്നത് ഹിന്ദു സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ അതിനെ കേവലം ഒരു മതമായി മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കൂടിയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ നമ്മുടെ നാടിന്റെ പൈതൃകത്തിന്റെ ഭാഗമാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. സിയൂസ്, വീനസ് തുടങ്ങിയിരിക്കുന്ന ദേവതാ സങ്കല്പങ്ങളെ മതത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് പുറമെ എല്ലാവരും ഒരേപോലെ തന്നെ ബഹുമാനിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാർക്ക് അതിന് സാധിക്കുന്നില്ല. ഇവിടെ അതെല്ലാം തന്നെ ഒരു ഹിന്ദു മത ചിഹ്നമായിട്ട് പരിമിതപ്പെടുത്തുകയും എന്നാൽ ഈ നാടിന്റെ, ഈ മണ്ണിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അതിനെ പലരും സ്വീകരിക്കാനായിട്ട് വൈമുഖ്യം കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു എന്റെ വിമർശനം. അപ്പൊ ഇത് പൊതുവെ നല്ല രീതിയിലത്തേക്കുള്ള സ്വീകാര്യത കിട്ടി. പക്ഷെ പലരും എനിക്ക് ഒരാളിന്റെ വീഡിയോ അയച്ചു തന്നു. അത് ആലപ്പുഴയിലുള്ള അൻസാരി എന്ന പേരായ ഒരു ഉസ്താദിൻ്റെതാണ്. അപ്പോൾ അദ്ദേഹം അതിൽ എന്നെ വിമർശിക്കുകയാണ്. പക്ഷെ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അവാസ്തവങ്ങളോ നുണകളോ അർത്ഥസത്യങ്ങളോ ആയി പോകുന്നുണ്ട്. അത്രയും കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് എന്റെ അഭ്യർത്ഥന എന്നുള്ളതാണ് പ്രശ്നം. വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ വരാം എന്ന് വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ഒന്നാമത്, ഇവിടെ നമ്മുടെ ഉസ്താദ് പറയുന്നത്, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു വന്നിരിക്കുന്നതിന്റെ സാരം എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ സംസ്കാരത്തിനെ ഉൾക്കൊള്ളുന്ന ആൾക്കാർ മാത്രമാണ്, അതായത് ഹിന്ദു സംസ്കാരത്തിനെ ഉൾക്കൊള്ളുന്ന ആൾക്കാർ മാത്രമാണ് ദേശസ്നേഹി അഥവാ രാജ്യത്തിനോട് കൂറുള്ളവർ എന്നാണ്. നോക്കൂ, ഇതാണ് ഉസ്താദിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്റെ പേരിൽ ആരോപിച്ചാൽ അതിനെനിക്ക് മറുപടി പറയാൻ കഴിയും. പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ വാദങ്ങൾ ദുർബലമാകുമ്പോൾ നിങ്ങൾക്ക് മറ്റൊന്നും പറയാൻ കഴിയാതെ വരുന്ന സമയത്താണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ട്രോമാൻ തിയറിയൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യത്തിനെ നിങ്ങൾ എന്റെ പേരിൽ ദയവ് ചെയ്ത് ആരോപിക്കരുത്. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിനെ സ്നേഹിക്കുന്നതും സ്നേഹിക്കാതിരിക്കുന്നതും ഒരു വ്യക്തിയുടെ ചോയ്സ് ആണ്, അല്ലെങ്കിൽ അയാളുടെ അപ്ബ്രിംഗിങ്ങിൻ്റെതായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതിന് മറ്റു പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിനെ, നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിനെ ഉൾക്കൊള്ളുന്ന ആൾക്കാർ മാത്രമേ ദേശസ്നേഹികളാവുകയുള്ളൂ, രാജ്യത്തിനോട് കൂറുള്ളവരാവുകയുള്ളൂ എന്നൊന്നും തന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യമായിട്ട് ഉസ്താദ് മനസ്സിലാക്കുക. ഇനി ഉസ്താദിന്റെ രണ്ടാമത്തെ പ്രശ്നം, ഇന്ത്യയുടെ പൈതൃകം രൂപപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിശ്വാസധാരയിൽ നിന്നാണോ? ഇതാണ് അടിസ്ഥാന ഡിബേറ്റബിൾ പോയിന്റ്. നിശ്ചയമായിട്ടും ആണ്. അത് ഞാൻ പറയുന്ന കാര്യമല്ല, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. അത് ചരിത്രകാരന്മാരായിക്കോട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നമ്മുടെ രാജ്യത്തേക്ക് വന്നിരിക്കുന്ന ട്രാവലേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ പ്രിഡോമിനന്റ്ലി നമ്മുടേത് ധാർമ്മിക് വേയിലുള്ള ഒരു രാജ്യമാണ് എന്നാണ് പറയുന്നത്. ധാർമ്മിക് ഫോൾഡിൽ ഉൾപ്പെടുന്ന മതങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഇന്നത്തെ മതങ്ങൾ എന്നുള്ള ഒരു സ്ട്രിക്റ്റ് സെൻസിൽ നോക്കിയാൽ തന്നെ അതിൽ ഹിന്ദു മതമുണ്ട്, സിഖ് മതമുണ്ട്, ബുദ്ധ മതമുണ്ട്, ജൈന മതമുണ്ട്. ഈ 4 മതങ്ങൾ ഇന്ത്യയിൽ തന്നെ രൂപപ്പെട്ടിരിക്കുന്ന തദ്ദേശീയമായിട്ടുള്ള മതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ തന്നെ ആചാരപരമായിട്ടോ വിശ്വാസപരമായിട്ടോ ദേവതാ സങ്കല്പത്തിലോ ഒക്കെ തന്നെ വ്യത്യാസമുണ്ട് എങ്കിലും അതിനെല്ലാം തന്നെ ധാർമ്മിക് റിലിജിയൻസ് എന്ന പേരിൽ ഒറ്റ ബ്രാക്കറ്റിൽ ഇങ്ങനെയാണ് ധാർമ്മിക് റിലീജിയൻസും സെമിറ്റിക് റിലീജിയൻസും ഉണ്ടാകും. രണ്ടും ഒരേപോലെ പവിത്രവും മഹത്വവുമാണ്. പക്ഷേ സെമിറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂത സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ വിശ്വസിക്കുന്ന ഒരു വലിയ വിശ്വാസധാരയാണ്. ധാർമ്മിക് എന്ന് പറയുന്നത് ഹിന്ദുവിൽ തന്നെ വേദിക്, താന്ത്രിക് അടക്കമുള്ള വ്യത്യസ്ത പാതകൾ. അതിനോടൊപ്പം ജൈനം, ആദ്യം ജൈനമാണ്, ബുദ്ധത്തെക്കാൾ മുമ്പുണ്ടായത് ജൈനന്മാരുടെ 24ാം തീർത്ഥങ്കരാണ് മഹാവീരൻ, ബുദ്ധൻ, പിന്നീട് സിഖ് അടക്കമുള്ള അതിനെ അറിയപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ പലപ്പോഴും ഒരു ഹിന്ദു നിയമം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഡെഫിനിഷനിൽ തന്നെ ഇതിൽ ഹിന്ദുക്കൾ അങ്ങനെ തന്നെ അംബേദ്കർ അടക്കം ഡിഫൈൻ ചെയ്യും. ജൈനമത വിശ്വാസികളും ബുദ്ധമത വിശ്വാസികളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു ജനറലായി ഉപയോഗിക്കുന്ന കണ്ടീഷൻ പോലുമാണ്. അപ്പൊ ഇന്ത്യയുടെ പൈതൃകം രൂപപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിശ്വാസധാരയിൽ നിന്നാണോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അത് ഈ 4 മതങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ബ്രോഡ്ലി ഹിന്ദുയിസം എന്ന ഡെഫിനിഷനിൽ ഉൾപ്പെടുന്ന ഈ ധാർമ്മിക് ഫോൾഡിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പൈതൃകം ഉണ്ടായിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഡിബേറ്റ് വരുന്നത്. അതായത് ഉസ്താദ് അടക്കമുള്ള ആൾക്കാർക്ക് അതെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ശ്രീജിത്ത് പണിക്കർജി പറയുന്നതിലെ പോയിന്റ്, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ബ്രഹ്മചാരി സിദ്ധേശ്വർ സായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിൽ എന്താണ് ഹിന്ദു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മുമ്പിരുന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന PB ഗജേന്ദ്ര ഖഡ്ഗറെ കോട്ട് ചെയ്താണ് പറയുന്നത്. അതിൽ പറയുന്നത്, ആ ഗജേന്ദ്ര ഖഡ്ഗറെ കോട്ട് ചെയ്ത് പറയുന്നത്, ഇതൊരു ജീവിത രീതിയാണ്, ഇതൊരു ജീവിത ശൈലിയാണ്, ഹിന്ദുയിസം ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന രീതിയിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, ഉസ്താദ് അടക്കമുള്ളവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരും. ഈ ചിന്തയും കൂടി ശ്രീജിത്ത് പണിക്കർജി മനസ്സിലാക്കണം. അതായത് മുസ്ലിമിനും ക്രിസ്ത്യാനിയും ഇന്ത്യയിൽ പൈതൃകമില്ലേ, എന്താണ് ഇന്ത്യയുടെ മഹത്തായ സംസ്കാരം എന്ന് ഒരു തോന്നൽ വരും. അതായത് അപ്പം നമ്മുടെ ആ നിലപാടാകേണ്ടത്, രണ്ടുപേരും പറയുന്നതിലെ ശരികൾ ഉൾക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. രണ്ടുപേരും പറയുന്നത് നല്ലതുമാണ്, എന്നാൽ അതിലെ ശരി ഉൾക്കൊണ്ട് ഇന്ത്യക്ക് മഹത്തരമായൊരു സംസ്കാരമാണ്. അതീ കാലത്ത് ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിരുന്നു. ആ ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം നമുക്ക് സംസ്കൃതം അടക്കമുള്ള വലിയ പാരമ്പര്യമുണ്ട്, തന്ത്ര, യോഗ അടക്കമുള്ള വലിയ പാരമ്പര്യങ്ങളുണ്ട്. ശ്രീ പണിക്കർജി പലപ്പോഴും അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. 6 ദർശനങ്ങൾ 6 ദർശനങ്ങൾ ഉണ്ട്, അതെല്ലാം നല്ലതാണ്. എന്നാൽ അതിനോടൊപ്പം നമ്മുടെ ഈ മഹത്തരമായ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെയാണ് 2000 വർഷങ്ങളോളമായി നമ്മുടെ ഇടയിൽ ക്രിസ്ത്യാനികളുണ്ട്. അതായത് മായ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമാസ് ലീഹ നമ്മുടെ നാട്ടിലേക്ക് വന്നു എന്നാണ് നമ്മുടെ ഐതിഹ്യവും വിശ്വാസവുമെല്ലാം. തോമാസ് ലീഹ വരുന്നതിനെ ഡിബേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ തോമാസ് ലീഹ AD 52 തൊട്ട് വന്നു, അല്ലെങ്കിൽ AD 100 മുതൽ, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ ക്രിസ്തീയ സാന്നിധ്യമുണ്ട്. നമ്മുടെ രാജാവായിരുന്ന ചേരമൻ പെരുമാൾ മക്കത്ത് പോയി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കണ്ടുവെന്നും അതിനുശേഷം തിരിച്ചെത്തിയെന്നും ഒക്കെയാണ്, അല്ലെങ്കിൽ അവിടെ വേറൊരു ഗ്രൂപ്പ് തിരിച്ചെത്തിയെന്നും ആ തിരിച്ചെത്തിയ ഗ്രൂപ്പിലടക്കം ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മുടെ ചേരമൻ പള്ളി അടക്കം ഉണ്ടായതെന്നും അടക്കം ഒരുപാട് വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ ഐതിഹ്യങ്ങളും ഇതിഹാസങ്ങളും പോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും വളരെ മൈക്രോ മൈനോറിറ്റി ആണെങ്കിലും ജൂത സമൂഹത്തിനടക്കം അവരുടേതായ വിശ്വാസങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തെ ചേർക്കുന്നതാണ് ഇന്ത്യൻ സംസ്കാരം. അപ്പോൾ ഇന്ത്യൻ സംസ്കാരം ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് വലിയ രീതിയിൽ ഇൻസ്പയർഡ് ആണ്. പക്ഷേ ഹിന്ദു സംസ്കാരം മാത്രമല്ല ഇന്ത്യൻ സംസ്കാരം. അതായത് ഇന്ത്യൻ സംസ്കാരം എന്നുള്ളതാണ്, ഭാരത സംസ്കാരം എന്നുള്ളതാണ് സൂപ്പർ സെറ്റ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ രീതിയിലുള്ള സ്പേസ് ഉള്ള സബ്സെറ്റാണ് ഹിന്ദു സംസ്കാരം. പക്ഷേ ഹിന്ദു സംസ്കാരം മാത്രമാണ് ഇന്ത്യയിലുള്ളത് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പെട്ടെന്ന് ശ്രീജിത്ത് പണിക്കർജിക്കും എനിക്കുമൊക്കെ യോജിപ്പുള്ള ഒരാളുടെ കാര്യം പറയാം. ഞങ്ങൾ രണ്ടുപേരും അയ്യപ്പൻ്റെ വിശ്വാസികളാണ്, അല്ലെങ്കിൽ ശബരിമല വേണ്ടി ശക്തമായി പോരാടിയിട്ടുള്ളവരാണ്. ഇപ്പോൾ അയ്യപ്പസ്വാമിയുടെ ചരിത്രത്തിൽ തന്നെ വാവരും വെളുത്തയും ഉണ്ട്. വാവര് മുസ്ലിമാണ്, വെളുത്ത ക്രിസ്ത്യാനിയാണ്. അയ്യപ്പൻ്റെ അടുത്ത സുഹൃത്താണ് നമ്മുടെ വാവര് ഒരു ബിംബാരാധനയോ വിഗ്രഹാരാധനയോ ഇല്ലാത്ത വ്യക്തിയാണ്. നേരെ തിരിച്ച് അയ്യപ്പൻ അമ്പലം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, സ്വാമി അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഇസ്ലാമിക വിശ്വാസത്തെയും വാവരുടെ വിശ്വാസത്തെയും ആദരിച്ചുകൊണ്ട് വാവർക്ക് ഒരു നട വെച്ചപ്പോൾ അവിടെ നട പോലും, അല്ലെങ്കിൽ ഒരു വിഗ്രഹമോ പ്രതിമയോ രൂപമോ പോലും വെച്ചിട്ടില്ല. അതാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ബഹുസ്വരതയുടെ എലിമെന്റ്. അതായത് വാവരെ ആദരിക്കുമ്പം വാവർ ഏത് രീതിയിൽ ആദരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നിന്നെ ആദരിക്കുമെന്ന് പറഞ്ഞ സ്വാമി അയ്യപ്പൻ ആ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മുഖഛായയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരമാണ്. ഇത് തന്നെയാണ് മഹാത്മാഗാന്ധിയിലൂടെ സ്വാമി വിവേകാനന്ദയിലൂടെ നടന്നത്. നിങ്ങളിൽ പലർക്കും അറിയുമ്പോൾ അത്ഭുതം തോന്നും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രിസ്മസ് സെലിബ്രേഷൻസിലൊന്ന് അത് ബേലൂർ മഠത്തിലാണ് നടക്കുന്നത്. അതായത് ബേലൂർ മഠത്തിലെ ക്രിസ്മസിന് കാഷായ വസ്ത്രധാരികളായ കാവിധാരികളായ സന്യാസിമാർ ബേലൂർ മഠത്തിൽ അമ്മ മേരിയുടെയും യേശുക്രിസ്തുവിൻ്റെയും ചിത്രങ്ങളിൽ ദീപാരാധനയും മറ്റും അർപ്പിക്കുന്നത് ഇന്ത്യയുടെ സംസ്കാരമാണ്, സംസ്കൃതിയാണ്. ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. വാവര് മുസ്ലിം അല്ലെന്നും വാവരെ എതിർക്കുന്ന ആൾക്കാരുണ്ട്, പച്ചക്കള്ളം പറയുന്ന തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്. ശ്രീജിത്ത് പണിക്കർജി അങ്ങനെയല്ല. അതാണ് അതിൽ അഭിമാനിക്കേണ്ട കാര്യം. അദ്ദേഹം വാവരെയൊക്കെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം നമ്മുടെ ബാബറി മസ്ജിദ് അടക്കം പൊളിച്ചത് തെറ്റാണ് എന്ന് ശ്രീജിത്ത് പണിക്കർജി ഇതിൽ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നന്മയാണ്. അവിടെയാണ് നമുക്ക് ഇതിലൊരു കൺസെൻസസ് കണ്ടെത്താൻ നോക്കേണ്ട പ്രസക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. രണ്ടുപേരും പറയുന്നതിൽ മെറിറ്റ് ഉണ്ട്. രണ്ടുപേരും കുറച്ചുകൂടെ, എൻ്റെ ഒരു റിക്വസ്റ്റ്, രണ്ടുപേരും കുറച്ചുകൂടെ സോഫ്റ്റ് പറയണമെന്നുള്ളതാണ്. നമുക്ക് ബാക്കി വാദങ്ങളും കൂടെ കേൾക്കാം. രണ്ടുപേരും പറയുന്നതിൽ ഒരുപാട് നന്മകൾ നമ്മൾ സാധാരണക്കാർക്ക് സ്വീകരിക്കാനുണ്ട്.
അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മുടെ 12ാം നൂറ്റാണ്ടിലല്ലേ. ഗാന്ധിജിയുടെ അമ്മ പുത്ലിബായി ഏത് കാലഘട്ടത്തിൽ ജീവിച്ച? ഗാന്ധിജിയുടെ അമ്മയായ പുത്ലിബായിയൊക്കെ പ്രാണ എന്ന ഗുജറാത്തിൽ ആവിർഭവിച്ച പ്രാണ എന്ന മതത്തിന്റെ ഭാഗമായിരുന്നു. എന്താ പ്രാണ എന്ന മതത്തിന്റെ വിശ്വാസം? അതൊരു സബ്സെക്റ്റാണ്. മതം വിഗ്രഹാരാധന അവർക്ക് അന്യമാണ്. നിരാമയനും നിരാകാരനുമായ ദൈവത്തെയാണ് അവർ വിശ്വസിക്കുന്നത്, ഏക ബ്രഹ്മം. ഓക്കെ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അതായത് അതിന് അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. അതോടൊപ്പം അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹിന്ദു എന്ന് പറയുന്ന ധർമ്മത്തിൽ ഒരുപാട് ധാരകളുണ്ട്. അമ്പലമുണ്ട്. ഇപ്പോൾ ആര്യ സമാജം അടക്കമുള്ള ഒരു അമ്പലത്തിൽ വിശ്വസിക്കാത്തവരാണ്. ദയാനന്ദ സരസ്വതി അടക്കമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ബ്രഹ്മസമാജം, നമ്മുടെ രാജാറാം മോഹൻ റോയുടെ ആൾക്കാർ, ഇവരൊക്കെ ഇന്ന് കാണുന്ന രീതിയിൽ പുരാണങ്ങളെ അംഗീകരിക്കാത്തവരോ, ഇൻ കോട്ട്സ് വിഗ്രഹാരാധനയെ ആരാധിക്കാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാത്തവരോ, ക്ഷേത്രാരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവരോ. നമ്മൾ ഞാൻ അടക്കമുള്ള സാധാരണ വിശ്വാസികൾ പറയുന്നത് നമ്മൾ വിഗ്രഹത്തെ അല്ല ആരാധിക്കുന്നത്, വിഗ്രഹത്തിലൂടെ ഒരു ദേവതാ സങ്കല്പത്തെയാണ് ആരാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. അത് മറ്റൊരു തിയോളജിക്കൽ ആർഗ്യുമെൻ്റാണ്. പക്ഷേ ഈ ഒരു ന്യൂവാൻസ് അറിയണം. ഇതും ശ്രീജിത്ത് പണിക്കർജി എടുത്ത് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്ന ഹിന്ദു മതത്തിലെ ആശയധാരേതാണ് ആര്യസമാജക്കാരാണ്. അതായത് അത് ആര്യസമാജക്കാരാണ്. ഇപ്പോൾ ആര്യസമാജം ശ്രീജിത്ത് പണിക്കർജി അതിനെ വിമർശിച്ച് പറയുന്നുണ്ട്. അതങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഉസ്താദ് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ബാക്ക് ടു വേദാസ് എന്നതടക്കം ആര്യസമാജം ഏറ്റവും ശക്തമായി മുമ്പോട്ട് വെച്ച ആശയമാണ്. അപ്പോൾ ആ വേദങ്ങളിലേക്ക് തിരിച്ചു പോകാം. ആ വേദങ്ങളിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആര്യസമാജം കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. അടുത്തത് അദ്ദേഹം 12ാം നൂറ്റാണ്ടിലേക്ക് പോകുന്നത് ഒരു പ്രത്യേക കാലം മുതൽ മുമ്പ് ക്രിസ്തുവിന് മുൻപ് പിന്നീട് ഇങ്ങോട്ട് കൈമാറ്റം ചെയ്തു വന്നിരിക്കുന്നതിനെയാണ് നമ്മുടെ ഈ പൈതൃകം എന്നല്ല നമുക്ക് പറയുന്നത്. ഒരു കാര്യം, ഈശ്വര വിശ്വാസമേ ഇല്ലാത്ത ആൾക്കാരുണ്ട് എന്നും അതല്ല രണ്ടിനും മുകളിലുള്ള ഒരു നമ്പറാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അങ്ങനെ പല, അതായത് അദ്വൈതം, വിശിഷ്ടാദ്വൈതം അടക്കമുള്ള വ്യത്യസ്ത ധാരകളുണ്ട്. രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ എന്നും രണ്ടില്ലെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഒരുപാട് ചിന്താധാരകൾ. അതിൽ ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും അടക്കം ശരിക്കും ഏകതത്വ വിശ്വാസമാണ്. ടെക്നിക്കലി സ്പീക്കിംഗ് നമുക്ക് ഈ അള്ളാഹു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ യാഹ്വേ എന്ന് പറയുന്നതോ പോലെ ഒരു ക്രിയേറ്റർ ഗോഡ് സങ്കല്പം ആ അർത്ഥത്തിൽ പൂർണ്ണ രീതിയിൽ നമ്മൾ ഹിന്ദുക്കൾക്കില്ല. അതായത് ബ്രഹ്മാവ് ക്രിയേറ്ററാണെന്ന് നമ്മൾ പറയുമെങ്കിലും ബ്രഹ്മാവിനെ അങ്ങനെ പൂജിക്കുന്ന രീതിയോ കാര്യങ്ങളോ ഇല്ല, തത്തുല്യമില്ല. പക്ഷേ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന സങ്കല്പം, അതായത് അള്ളാഹു എന്ന് പറയുന്ന, യാഹ്വേ എന്ന് പറയുന്ന സങ്കല്പങ്ങളോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന സങ്കല്പമോ അല്ലെങ്കിൽ തുലനം ചെയ്യാൻ കഴിയുന്ന സങ്കല്പമോ പരബ്രഹ്മം തുടങ്ങിയ സങ്കല്പങ്ങളാണ്. അതും പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല. കാര്യം പരബ്രഹ്മം ഒരു ക്രിയേറ്ററാണ് എന്ന അർത്ഥത്തിലല്ല നമ്മൾ വിശ്വാസമേ ഇല്ലാത്തതടക്കമുള്ള പലതരത്തിലുള്ള സങ്കല്പങ്ങളും അങ്ങനെ ചേർന്നിട്ടുള്ളതാണ് ഹിന്ദുമതം. അതുകൊണ്ട് തന്നെ 12ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഏകദൈവ വിശ്വാസം മാത്രമായിരുന്നു എന്ന് പറയുന്നത് ഉസ്താദെ ബുദ്ധിമുട്ടുണ്ട് പറയുന്നതിൽ, പക്ഷേ ശുദ്ധ വിവരം അത്രയും കടുപ്പമുള്ള വാക്കുകളല്ല. എനിക്ക് തോന്നുന്നു 12ാം നൂറ്റാണ്ടിലടക്കം, ഉദാഹരണം 12ാം നൂറ്റാണ്ടിലടക്കം നമ്മുടെ ചേര ചോള സാമ്രാജ്യങ്ങളിലടക്കം വളരെയധികം വിപുലമായ ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്ന് ഹിസ്റ്റോറിക്കൽ തെളിവുണ്ട്. നമ്മളെല്ലാം നമ്മുടെ PS1 PS2 ഒക്കെ കണ്ടു കാണും. 12ാം നൂറ്റാണ്ടിലാണ് 12ാം നൂറ്റാണ്ടിലാണ് സ്വാമി അയ്യപ്പൻ അടക്കമുള്ള ആൾക്കാർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉസ്താദ് അങ്ങനെയല്ല പറഞ്ഞത്. ഉസ്താദ് അങ്ങനെ ഏകദൈവത്തിൻ്റെ ധാരയുണ്ട്. കാര്യം ഇസ്ലാം മതവിശ്വാസികൾക്ക് ഈ ഏകദൈവ വിശ്വാസം വളരെ പ്രസക്തമാണ്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അവരുടെ കോർ വിശ്വാസങ്ങളൊന്നാണ്. ഇത് തന്നെയാണ് മോസസിൻ്റെ വിശ്വാസം അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഹിന്ദു ഫ്രെയിംവർക്ക് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഹിന്ദു ഫ്രെയിംവർക്ക് കൃത്യമായി പറഞ്ഞാൽ പോളിതീയിസ്റ്റിക്, പാൻതീയിസ്റ്റിക് എന്നൊക്കെ പറയുന്നൊരു ഫ്രെയിംവർക്കാണ്. അതായത് വ്യത്യസ്ത ദൈവ ഈശ്വര സങ്കല്പങ്ങളുണ്ട്. ഇത് തന്നെയാണ് പ്രാചീന ഗ്രീസ്, റോം അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഈ പ്ലൂറലിസ്റ്റിക് ഫ്രെയിംവർക്ക്, പാൻതീയിസ്റ്റിക് ഫ്രെയിംവർക്ക്, പോളിതീയിസ്റ്റിക് ഫ്രെയിംവർക്കാണ്. ഇതെല്ലാം ഒന്നാണെന്നല്ല, ഇതെല്ലാം ഓവർലാപ്പിംഗ് ആണ്. അതായത് പാൻതീസം എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെയാണ് ദൈവം, ദൈവം പ്രകൃതിയിൽ അരിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വാദങ്ങൾ നമ്മുടെ വിവേകാനന്ദനൊക്കെ ആത്യന്തികമായി പറയുന്ന വാദം അതാണ്. ഐൻസ്റ്റീൻ, സ്പിനോസോ ഒക്കെ പറയുന്ന വാദം. പോളിതീസം ഈ ബഹുദൈവ വിശ്വാസം, ഒരു പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ധാരകൾ ഉണ്ടാകുന്ന അംഗീകാരം. ഇതാണ് അതിൻ്റെ ഒരു ഫ്രെയിംവർക്ക്. പരിശുദ്ധ ഇസ്ലാമും പരിശുദ്ധ ക്രിസ്ത്യാനിറ്റിയും അടക്കമുള്ളവരുടെ വിശ്വാസം, അല്ലെങ്കിൽ ജൂത സമൂഹത്തിൻ്റെ വിശ്വാസം എബ്രഹാമിൽ നിന്ന്, അങ്ങനെയാണ് എബ്രഹാം വീട് വിട്ടിറങ്ങുന്നത്. ജനതകളുടെ പിതാവായ എബ്രഹാം വീട് വിട്ടിറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു ഏകദൈവ വിശ്വാസത്തെ, അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, മോണോതീസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം കൊണ്ടു. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഹിന്ദുക്കൾക്ക് മോണോതീസം എന്നുള്ളൊരാശയം സെമിറ്റിക് സ്ട്രക്ചറിലില്ല. പിന്നെയും കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്, ഈ തുലനമുള്ളതാണ്. അപ്പം ആര്യസമാജം നമ്മുടെ വേദങ്ങൾ അടക്കം ബാക്ക് ടു വേദാസ് എന്ന അർത്ഥത്തിലാണെങ്കിൽ പഴയതാണ്. പക്ഷേ ഇനിയും വേദങ്ങളെക്കാൾ പഴയതാണ്, ടെക്നിക്കലി സ്പീക്കിംഗ് വേദങ്ങളെക്കാൾ പഴയതാണ് നമ്മുടെ യോഗ അടക്കമുള്ള വ്യത്യസ്ത ധാരകൾ, അതും കൂടെയുണ്ട്. ആര്യ സമാജക്കാരുടെ വിശ്വാസം നിരാമയനും നിരാകാരനുമായി ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. അവർ വിഗ്രഹാരാധന നടത്താറില്ല. അതൊക്കെ അങ്ങോട്ട് പോട്ടെ.
ഇന്ന് എല്ലാ ജില്ലകളിലും സ്ഥാപനമുള്ള ബ്രഹ്മകുമാരീസിന്റെ വിശ്വാസം എന്താണ്? ഒരു ചിത്രമെങ്കിലും ഒരു വെക്കാറുണ്ടോ? ഇല്ല. അപ്പൊ മറ്റൊരു ധാരയാണ്. ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസധാര കൂടി. ആ ഏകബ്രഹ്മം എന്ന് പറയുമ്പോഴും ആ ബ്രഹ്മം വൺ വിത്തൗട്ട് ദി സെക്കൻഡ് ആണ്. അതായത് ബ്രഹ്മം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ദൈവം എന്നുള്ളൊരർത്ഥമല്ല. ചില ആൾക്കാർ ഇക്വേഷനായി പറയുന്നത് ബ്രഹ്മം പ്ലസ് മായ ഈസ് ഈക്വൽ ടു ഈശ്വരൻ എന്ന ഇക്വേഷൻ പോലും ചിലർ പറയാറുണ്ട്. അതായത് അത് ഒരു മോണിസമാണ്. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇസ്ലാം ക്രിസ്ത്യാനിറ്റി മുമ്പോട്ട് വെക്കുന്ന മോണോതീസം അല്ല. ഹിന്ദുക്കൾ പലപ്പോഴും പറയുന്ന ടെക്നിക്കൽ പേര് മോണിസം എന്നാണ്. ഞങ്ങൾ ഫിലോസഫി പഠിക്കുമ്പോൾ മോണിസം, മോണോതീസം, പോളിതീസം, ഹീനോതീസം ഇങ്ങനെ പല വ്യത്യസ്ത ധാരകൾ പഠിക്കും. ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നിൽ നിന്ന് മാത്രം രൂപപ്പെട്ടതല്ല, ഒരു സംസ്കാരത്തിൽ മാത്രം രൂപപ്പെട്ടതല്ല. പിന്നെ ഇന്ത്യയുടെ സംസ്കാരം പറയുമ്പോൾ പലപ്പോഴും ഈ ശ്രീത്ത് പണിക്കർ അടക്കമുള്ള ആളുകൾക്ക് ഭയങ്കര ആത്മഹർഷമാണ്. ഇന്ത്യയുടെ ഭൂതകാല ചരിത്രം, സംസ്കാരം എന്നുള്ളത് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ പഠിക്കരെ? ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇരയാക്കപ്പെട്ടതും വേട്ടയാടപ്പെട്ടതും ഈ സംസ്കാരത്തിന്റെ പേരില്ല. ആണോ അല്ലേ? സതി രൂപപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിലെ ഇറാഖ്. നമ്മുടെ ചരിത്രത്തിൽ പറയുന്ന അങ്ങനത്തെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തെറ്റുകൾ ഉള്ളതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി അടക്കം നമ്മളെ എന്താ പറയണേ, അദ്ദേഹം പറയുന്നത്, വിവേകാനന്ദ സ്വാമി പറയുന്നത് കേരളം ഭ്രാന്താലയമാണെന്നാണ്. അപ്പോൾ ആ കേരളം ഭ്രാന്താലയമാണെന്ന് പറയുന്നത് നമ്മുടെ ഈ ജാതിഭ്രാന്ത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ധാരകളും മറ്റും ചൈതന്യത്തിനെ അതിൽ വിശേഷിപ്പിക്കും. ഞാൻ ഈ കടുപ്പമുള്ള വാക്കുകൾ രണ്ടുപേരുടെയും കടുപ്പമുള്ള വാക്കുകൾ രണ്ടുപേരുടെയും രാമായണം ഒന്നെടുത്ത് വലിയ ചരിത്രപരമാണ്. താങ്കൾ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ തെറ്റാണ്. കാരണം അത് സരസ്വതിയാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കേവലം 150 വർഷത്തെ മാത്രം പഴക്കമുള്ള ഒരു ആശയധാരയാണ്. അതിലെ ഏറ്റവും പഴയ ആശയധാര എന്നൊക്കെ താങ്കൾ തട്ടിവിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ പണിക്കർജി അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ബാക്ക് ടു വേദാസ് എന്ന അർത്ഥത്തിലൊക്കെ ആര്യ സമാജക്കാർ ക്ലെയിം ചെയ്യുന്നത് അവരാണ് ഓൾഡസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ അവരാണ് ഓൾഡസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നൊരു ചിന്ത പലപ്പോഴും ആര്യ സമാജക്കാർ മുമ്പോട്ട് വെക്കാറുണ്ട്. ബഹുമാനത്തോടെ ആര്യ സമാജത്തെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പൂർണ്ണാർത്ഥത്തിലല്ല, ഈ വേദങ്ങളുടെ ബേസ് എന്ന് പറയാൻ കഴിയില്ല. വേദങ്ങൾക്ക് മുമ്പ് യോഗിക്കടക്കമുള്ള പോസുകളുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയണേ, അങ്ങനെ ധാരകൾ, ഈവൻ അമ്പലധാരകൾ പോലും അതിന് മുമ്പാണെന്നൊരു വാദം ഉണ്ട്. അതായത് വേദങ്ങൾക്ക് മുമ്പും വേദങ്ങൾ, അമ്പലങ്ങൾ എന്ന സിസ്റ്റം വേദങ്ങളിൽ ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ നോൺ വേദിക് എന്നതിനേക്കാൾ ഡിഫറെൻറ്റ് ഫ്രം വേദിക്കാണ്. അപ്പം നമുക്ക് ഈ വേദ സംസ്കാരം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് തന്നെ 2-3 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതിൽ വലിയ രീതിയിൽ ദൈവം അടക്കമുള്ള വിശ്വാസങ്ങളില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. നേരെ മറിച്ച് അത് നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ പഴയ അമ്പല സ്ട്രക്ചേഴ്സ് വേണ്ട രീതി കണ്ടെത്തിയിട്ടില്ല. സിഗൂറത്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അമ്പല സ്ട്രക്ചേഴ്സ് പല ടർക്കിയിൽ, ഏൻഷ്യൻ ടർക്കിയിൽ ഏറ്റവും വലിയ അമ്പലങ്ങളിൽ, അല്ലെങ്കിൽ ഏറ്റവും പഴയ അമ്പലങ്ങൾ, വലിയല്ല ക്ഷമിക്കണം, പഴയ അമ്പലങ്ങളിലൊന്നുണ്ട്. പിന്നെ പ്രാചീന ഈജിപ്തിൽ നമ്മുടെ ദേവതാസങ്കല്പങ്ങളെ പോലെ തന്നെ അമ്പലങ്ങളുണ്ട്. അപ്പോൾ വേദിക് കൾച്ചർ ഇന്ത്യയുടെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. പക്ഷേ വേദിക് കൾച്ചർ മാത്രമല്ല, നമ്മുടെ ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നത് പോലും വേദിക് കൾച്ചർ മാത്രമല്ല. അതിൽ യോഗ അടക്കമുള്ള, വേണമെങ്കിൽ വേദങ്ങളുടെ 6 ഭാഗങ്ങളിലൊന്നായി യോഗ എടുക്കാം, ഈ ടെമ്പിൾ അടക്കമുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതും ഒരു ഡിബേറ്റബിൾ പൊസിഷനാണ്. അത് ഹിന്ദുക്കളുടെ ഇടയിലുള്ളൊരു ഡിബേറ്റബിൾ പൊസിഷനാണ്. വേദങ്ങളാണ് എല്ലാത്തിൻ്റെയും കോർന്ന് പറയുന്നത് ശരിയാണോ? വേദങ്ങൾക്ക് മുമ്പുള്ളൊരു സംസ്കാരമില്ലേ? ഇൻഡസ് വാലി സംസ്കാരം വേദങ്ങൾക്ക് മുമ്പാണ് എന്ന വാദം സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 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 ചർച്ച സമൂഹത്തിൽ നടക്കുന്നത് നല്ലതാണ്. പക്ഷേ പ്രത്യേകിച്ച് ശ്രീജിത്ത് പണിക്കർജി ഒരു ഹിന്ദു സ്പേസിലും ഉസ്താദ് അൻസാരി സൂരി ഒരു മുസ്ലിം സ്പേസിലും നിൽക്കുന്നുണ്ട്. രണ്ടുപേരും പറയുന്നതിലെ പോസിറ്റീവുകൾ ഹൈലൈറ്റ് ചെയ്യുകയും ആ രണ്ടുപേരും തമ്മിൽ, അല്ലെങ്കിൽ 2 വ്യത്യസ്ത ധാരകൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാകാതെ പോവുകയും കുറച്ചുകൂടെ എന്താ പറയുക സോഫ്റ്റായിട്ട് നമുക്ക് സംസാരിക്കാൻ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. രണ്ടുപേരും പറഞ്ഞത് ഫുള്ളായിട്ട് ഞാൻ 2 പ്രാവശ്യം കേട്ടു. വളരെ സ്കോളർലിയാണ്, നമുക്ക് പല കാര്യങ്ങളും റിഫ്രഷ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നാണ്. അപ്പോൾ 2 പോയിന്റ്സാണ് അതിലുള്ളത്. ശ്രീ പണിക്കർജി പറഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോയിന്റും ഉസ്താദ് പറഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റും പറഞ്ഞ് നിർത്താം, പോസിറ്റീവായിട്ട് നമുക്ക് നിർത്താം. ഒന്ന്, ശ്രീ പണിക്കർജി ഇന്തോനേഷ്യയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പ്രഭാഷണം നടത്തുന്നതാണ്. ഇന്തോനേഷ്യയിൽ രാമെന്നും സീതയെന്നും ഉള്ളതൊരു കോമൺ നെയിമാണ്, മുസ്ലിങ്ങളുടെ ഇടയിലുള്ള കോമൺ, അല്ലെങ്കിൽ പലപ്പോഴും യൂസ് ചെയ്യുന്നൊരു പേരാണ്. അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ ഗരുഡ ഇന്തോനേഷ്യയാണ് അവരുടെ ചിഹ്നം. ഇന്തോനേഷ്യയിൽ ബാങ്ക് ഗണേശയുണ്ട്. ഇന്തോനേഷ്യയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ രാമായണ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. വളരെ പോസിറ്റീവായ കാര്യമാണ്. അതേപോലെ അപ്പോൾ ഒരു സാംസ്കാരിക ബ്ലെൻഡിങ്ങിൻ്റെയാണ്. അങ്ങനെയാണ് നമ്മുടെ ഒബാമയുടെ കയ്യിൽ, ഒബാമയുടെ ചെറിയ പ്രായത്തിൽ ഇന്തോനേഷ്യ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഒബാമയുടെ കയ്യിൽ ഒരു ഹനുമാനൊക്കെ ഉള്ളത്. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഒബാമയുടെ കയ്യിൽ അമേരിക്കൻ പ്രസിഡന്റായ ബാറക് ഹുസൈൻ ഒബാമ എന്ന ഒരു ക്രിസ്ത്യൻ മുസ്ലിം ദമ്പതികൾക്ക് ജനിച്ച ക്രിസ്ത്യാനിയായ അമേരിക്കൻ പ്രസിഡന്റ് കയ്യിൽ ഒരു ഹനുമാന്റെ ചെറിയ കാര്യം അല്ലെങ്കിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് കൗതുകമുള്ളൊരു കാര്യമാണ്. ഇതേപോലെ ഉസ്താദ് പറഞ്ഞൊരു കാര്യവും നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഇതാണ് ഒബാമയുടെ കയ്യിലുള്ള ഹനുമാൻ. അപ്പം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒരു അപരവൽക്കരണം ഒരു കാരണവശാലും തോന്നരുത്. അതായത്
എന്താ ഇന്ത്യയുടെ മുസ്ലിം, അതായത് ഉസ്താദിൻ്റെ ചോദ്യവും പ്രസക്തമാണ്. മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഇന്ത്യയിൽ പൈതൃകമില്ലേ? അപ്പം നമ്മൾ പൈതൃകമെന്നും സംസ്കാരമെന്നും ഒക്കെ പലപ്പോഴും പറയുമ്പോൾ ആ ചേർത്ത് നിർത്തലിൻ്റെ ഒരു ആസ്പെക്റ്റും കൂടെ വേണം. എന്ന് പറഞ്ഞാൽ സെയിൻറ്റ് തോമസിൻ്റെയോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെയോ ചേരമൻ പെരുമാളിൻ്റെയോ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തിനാ അയ്യപ്പൻ്റെയും വാവരുടെയും വെളുത്തയുടെയും, എനിക്ക് തോന്നുന്നു ഞാനും ശ്രീജിത്ത് പണിക്കർജിയാണ് അതിൽ കൂടുതൽ യോജിക്കുന്നത്. അതായത് അയ്യപ്പൻ്റെയും വാവരുടെയും വെളുത്തയുടെയും, അയ്യപ്പൻ ഹിന്ദുവാണ്, വാവർ മുസ്ലിമാണ്, വെളുത്ത ക്രിസ്ത്യാനിയാണ്. ഈ ഒരു സംസ്കാരം സിനർജി, സിന്തസിസ് എന്ന് പറയുന്ന ഒരു സംസ്കാരം കൂടെ ചേർത്ത് നിർത്തണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. രണ്ടുപേരുടെയും നല്ല ഡിബേറ്റാണ്. രണ്ടു പക്ഷങ്ങളെയും അത് കൂടുതൽ ഇൻഫോം ചെയ്യും, എൻലൈറ്റൻ ചെയ്യും. ആ എൻലൈറ്റൻ ചെയ്യണം. നമ്മളെല്ലാം നമ്മുടെ ഗുരുവായ, അല്ലെങ്കിൽ കേരളത്തിലെ ജനിച്ച ഏറ്റവും വലിയ ലോകഗുരു എന്ന് കരുതാൻ കഴിയുന്ന ശ്രീനാരായണ ഗുരുദേവനുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് പോലെ വാദങ്ങൾ ജയിക്കാനും തോൽപ്പിക്കാനുമല്ല, പകരം അറിയാനും അറിയിക്കാനുമാണ്. ആ പാതയിൽ പോകാൻ നമുക്ക് കഴിയട്ടെ. അതിന് എന്താ പറയണേ, ശ്രീരാമനും ഇമാമേ ഹിന്ദെന്ന് വിളിക്കപ്പെട്ട ശ്രീരാമൻ, അതായത് നമ്മുടെ സാരേ ജഹംസെ എഴുതിയ മുഹമ്മദ് ഇക്ബാൽ വിളിക്കുന്നത് ഇമാമേ ഹിന്ദാണ് രാമൻ എന്നാണ്. അതായത് ഇന്ത്യയുടെ ഒരു സ്പിരിച്വൽ ലീഡറാണെന്നാണ്. ആ ഇമാമേ ഹിന്ദായ ശ്രീരാമനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും യേശു ക്രിസ്തുവും മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും ഒക്കെ നമുക്ക് ഇൻസ്പിറേഷൻ നൽകട്ടെ. രണ്ടുപേരുടെയും സംവാദം നല്ലതാണ്. ഞാൻ പറ്റുമെങ്കിൽ രണ്ടുപേരോട് സംസാരിച്ച് നമുക്കൊരു TV ചാനലിലടക്കം ഒരു സംവാദ രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. അത് പക്ഷേ രസമുള്ള കാര്യമായിരിക്കും. പക്ഷേ ഒരു 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 പോസിറ്റീവായി, കൂടുതൽ പോസിറ്റീവായി ഉണ്ടാകട്ടെ. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. രണ്ടുപേരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഉസ്താദിൽ നിന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ശ്രീജിത്ത് പണിക്കർജിയിൽ നിന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ശ്രീജിത്ത് പണിക്കർക്കും ശ്രീ അൻസാരി സുഹരി ഉസ്താദ്ജിക്കും പ്രണാമം. നല്ല രീതിയിൽ സംവാദം നടക്കട്ടെ.